ഈ വിവാഹം എന്ന് പറയുന്നത് ഇപ്പൊ വലിയൊരു മാമാങ്കമാണ് അല്ലേ, വലിയൊരു ബിസിനസ്സാണ്. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ തന്നെ ഒത്തിരി ആളുകളുടെ ഉപജീവനം പോകുന്ന ഒരവസ്ഥയാണ്. ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അല്ലേ. നമ്മൾ പെൺകുട്ടികൾ, നമുക്ക് എല്ലാവർക്കും ഭയങ്കര രോമാഞ്ചമാണ് കല്യാണം എന്ന് പറഞ്ഞ്. ജീവിതത്തിൽ ഒരിക്കലേ നടക്കത്തുള്ളൂ, അത് കമനീയമാകണം, മനോഹരമാകണം, ആർഭാടമാകണം, ആഡംബരമാകണം, എല്ലാവരും കൺചുളിച്ച്. ഇതാരാണ് തീരുമാനിക്കുന്നത് ഇങ്ങനെയൊക്കെ? ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളില്ലേ? ഉണ്ടോ ഇല്ലയോ? ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത്. പക്ഷെ ബഹുഭൂരിപക്ഷത്തിനും അങ്ങനെയാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുമ്പ് വരെ ഒറ്റ ദിവസം ഉണ്ടായിരുന്ന ഒരു കല്യാണം ഇന്നിപ്പോ എത്ര ചടങ്ങോടെയാ നടക്കണേ? ഇത് എവിടുന്ന് വന്നതാ? ഇത് എവിടുന്ന് വന്നതാണ്? ഈ മെഹന്തി കല്യാണം എവിടുന്ന് വന്നു? സേവ് ദ ഡേറ്റ് എവിടുന്ന് വന്നു? ഈ തലേദിവസത്തെ മെഹഫിൽ എവിടെ നിന്ന് വന്നു? ഇതിനൊക്കെ ഒരു കൾച്ചറൽ റൂട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മുടെ ബ്രോഷറിൽ കൾച്ചറൽ ട്രാൻസ്മിറ്റേഷനെ പറ്റി ഒരു വാചകം ഉണ്ടായിരുന്നു. അതിവിടെ പരാമർശം വരാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇത് എവിടെ നിന്നാണ് വന്നത്? നിങ്ങൾ അറിയാതെ ഇതൊക്കെ പണ്ട് നൂറ്റാണ്ട് മുതൽ ഇവിടെ നടന്ന സംഭവമാണെന്നുള്ള തരത്തിലാണ് ആഘോഷിക്കുന്നത്. ഇത് കേവലം 4-5 കൊല്ലായിട്ടേ ഉള്ളൂ. ഇതൊക്കെ മറ്റു ആളുകളുടേതാണ്. ഹിന്ദിയിൽ നടന്നിരുന്ന കുറച്ച് കാര്യങ്ങൾ, UP-യിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ, ഗുജറാത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ, ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ എല്ലാം കൂടി സമ്മിശ്രമാക്കി ഒരു അവിയലാക്കി ഒരു കച്ചവട പാക്കേജ് ആക്കി. മനസ്സിലായില്ലേ? ഇപ്പൊ അച്ഛനും അമ്മയും, നിങ്ങൾ പറഞ്ഞോ തന്തവൈബും തള്ളവൈബും പറഞ്ഞില്ലേ മോള്, ആ അച്ഛനും അമ്മയും തന്നെയാണ് സേവ് ദ ഡേറ്റിന് നിങ്ങളെ വിടുന്നത്. ഇല്ലേ? am I right? അല്ലേ? എവിടെയാണ് ഈ കോൺട്രഡിക്ഷൻ? എന്താണ് ഈ കോൺട്രഡിക്ഷന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്? മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾ ആ കല്യാണം തീരുമാനിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ വഴിയിൽ ഒരു പയ്യനോട് സംസാരിച്ചു, ബസ്സിൽ ഒരു ചെറുക്കനെ മറ്റേ സുബ്രഹ്മണ്യപുരം സിനിമയിലെ പോലെ ഒന്ന് കണ്ണുകൊണ്ട്, 70s പ്രേമത്തിലൊന്ന് കണ്ണുകൊണ്ട് നോട്ടമിട്ടാൽ പോലും അച്ഛന്റെ അമ്മയുടെ മുമ്പിലെത്തി താക്കീതും പിന്നെ ഫോൺ പിടിച്ചു വെക്കലും 2 ദിവസത്തെ കത്താഴം ഉണ്ണായ്മ ഒക്കെ ഉള്ള വീടുകൾ ഈ സേവ് ദ ഡേറ്റ് എന്ന് പറയുന്ന പ്രതിഭാസത്തിനങ്ങ് കയറൂരി അഴിച്ചങ്ങ് വിടുവാണല്ലോ. എന്താ ഇത്? എന്താ മോളെ? അതെന്തുകൊണ്ടാ? യെസ്, എല്ലാ നാട്ടുകാരും ചെയ്യുന്നു, എല്ലാ പശുക്കളും അപ്പിയിടുന്നു. നമ്മുടെ പശു അപ്പിയിട്ടില്ലെങ്കിൽ അതൊരു പ്രശ്നമല്ലേ? ഡോക്ടറെ വിളിക്കണ്ടേ? പക്ഷെ എല്ലാ പശുക്കളും പാല് തരുന്നു, നമ്മുടെ പശു പാല് തന്നില്ലല്ലോ. അറിയാം, പാലിന്റെ കറവ് കഴിഞ്ഞു, 10 മാസമായി, അല്ലെങ്കിൽ ഇത് വയസ്സായി. അവിടെയാണ് ലോജിക്ക്. മറ്റേതിന് ലോജിക്കില്ല അല്ലേ? എത്ര പാവപ്പെട്ട വീട്ടിലെ അച്ഛനമ്മമാരാണ് ഈ സേവ് ദ ഡേറ്റ് നടത്താനും മൈലാഞ്ചി കല്യാണം നടത്താനും ഈ പറഞ്ഞ പോലെ തലേ ദിവസം മെഹഫിൽ നടത്താനും. പിന്നെ അതിനേക്കാൾ ഭീകരമായി ഞാൻ ഞെട്ടിയിട്ടുള്ള കാര്യം, തിരുവനന്തപുരം പോത്തീസ്, RMBs, മറ്റേത് മറിച്ചത്, പിന്നെ ഇവിടൊക്കെ വിട്ടിട്ടങ്ങ് തമിഴ്നാടും കർണാടകയും എന്ന് വേണ്ട എവിടേക്കൊക്കെയാണ് ഫാമിലി ഡ്രസ് എടുക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങളോടൊന്നല്ല, ഈ എന്നോട് പിണങ്ങരുത്, ഈ ഓൾ സയൻസ്